മകളെ, ഈ വരുന്ന മോഡൽ എക്സാമിനും അതുപോലെ പബ്ലിക് എക്സാമിനും ഒരു വലിയ ഗംഭീര അക്കാഡമിക് കംബാക്ക് ഉണ്ടാക്കാൻ നിങ്ങൾ ജെനുവൻലി താല്പര്യപ്പെടുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. നിങ്ങൾ അതിന് റെഡി ആണെങ്കിൽ കമന്റ് ബോക്സിൽ ഇപ്പൊ തന്നെ റെഡി സർ എന്ന് പറയാം. ഈ കംബാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള മെന്റാലിറ്റിയും കറക്റ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റും എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോയിൽ ഞാൻ വൃത്തിക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും കൂടി ചെയ്യണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ തോളത്ത് ഒരു 100 കിലോന്റെ ബാഗും തൂക്കി നടക്കുന്നത്. ആ ബാഗിന്റെ പേരാണ് റിഗ്രറ്റ് അഥവാ ഗിൽറ്റ്. പഠിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആദ്യ ചിന്ത ഇതായിരിക്കും, ജൂലൈയും ജൂണും ഒക്കെ ഞാൻ കളഞ്ഞു, ഓണപ്പരീക്ഷയും ക്രിസ്മസ് എക്സാം ഒന്നും ഞാൻ പഠിച്ചില്ല, ഇനി പഠിച്ചിട്ട് എന്താ ഇപ്പോൾ കാര്യം, ഞാൻ ഇങ്ങനെ തന്നെ കൂടെ പോയാൽ പോരെ. നിങ്ങൾ ആദ്യം ഇങ്ങനെ ചെയ്യേണ്ടത് ഈ ഒരു ഫീലിംഗ് ഇല്ലേ, ഈ ഗിൽറ്റിന്റെ ഫീലിംഗ്, ഈ റിഗ്രറ്റിന്റെ ഫീലിംഗ്, അതെടുത്ത് കുഴിച്ചു മൂടുക. ഇൻഫാക്ട് ഈ ഒരു വർഷത്തിൽ നിങ്ങൾ ആരായിരുന്നോ ആ ആളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കുഴിച്ചു മൂടുക ചെയ്യേണ്ടത്. കാരണം ഈ വീഡിയോ കാണുന്ന ആള് അന്ന് ഉഴപ്പിയ ആളല്ല, ഇന്ന് ഈ വീഡിയോ കാണുന്ന ആള് ഒരു പുതിയ ആളാണ്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ പഠനവും ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഈ വീഡിയോ കാണുന്നത്. സോ പഴയ നിങ്ങൾ മറന്നേക്കുക. ഇന്ന് ജനിക്കാൻ പോകുന്ന ഈ പുതിയ നിങ്ങളെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി, അയാളെ പറ്റി മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇതിന്റെ കാരണം, നിങ്ങൾക്ക് ഒരിക്കലും വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റിയർ വ്യൂ മിററിൽ മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വണ്ടി പ്രോപ്പറായിട്ട് ഓടിക്കണമെങ്കിൽ നിങ്ങൾ മുന്നോട്ട് നോക്കി ഓടിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ഇനി പരീക്ഷയിൽ ഒരു കംബാക്ക് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പണ്ടത്തെ കാര്യങ്ങൾ ഓർത്തിട്ട് ഒരു കാര്യമില്ല, മുന്നോട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഇനിയുള്ള 20 ദിവസം എങ്ങനെ പഠിക്കും, എങ്ങനെ മാക്സിമം എഫിഷ്യന്റ് ആക്കും, എങ്ങനെ സ്വയം ഇംപ്രൂവ് ചെയ്യും എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇന്ന് മുതൽ എക്സാം ഹാളിൽ എത്തുന്നവരെ നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായി മാറാൻ പോവാണ്. പഴയ കാര്യങ്ങളെല്ലാം നമ്മൾ മറക്കാൻ പോവാണ്. അതിൽ എന്തൊക്കെ മിസ്റ്റേക്ക് നിങ്ങൾ ഉണ്ടാക്കിയോ അതൊക്കെ നമ്മൾ സ്വയം അങ്ങോട്ട് ഫോർഗീവ് ചെയ്യാൻ പോവാണ്. ആ ഒരു 100 കിലോന്റെ നമ്മുടെ തോളത്തുള്ള ആ ബാക്ക് പാക്ക് നമ്മൾ അങ്ങോട്ട് ഊരി വെക്കാൻ പോവാണ്. അതിന്റെ വെയിറ്റ് പരീക്ഷ ഹാൾ വരെ നമ്മൾ താങ്ങേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ പ്രശ്നമാണ്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കുള്ളൊരു തോന്നല്, അതായത് ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് A+ അല്ലെങ്കിൽ 90% ഒന്നും വാങ്ങാനൊന്നും പറ്റുന്നില്ല, അപ്പോൾ എനിക്ക് മാക്സിമം പോയാൽ ഒന്ന് പാസ്സാകാൻ പറ്റും, അല്ലെങ്കിൽ ആവറേജ് മാർക്കൊക്കെ വാങ്ങിച്ച് അങ്ങോട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു മെന്റാലിറ്റി വലിയ രീതിയിൽ പ്രോബ്ലമാറ്റിക് ആണ്. കാരണം ഇതിന് സയന്റിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ട്. ഇതിനെ വിളിക്കും പിഗ്മേലിയൻ എഫക്ട് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ എന്ത് വിചാരിക്കുന്നോ, പ്രത്യേകിച്ച് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിന് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യം കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിന്തകളായിരിക്കും സബ് കോൺഷ്യസ്ലി നമ്മളിങ്ങനെ തന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ആവറേജ് ആണ് നമ്മൾ അങ്ങോട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ പഠിക്കാതിരിക്കുന്ന സമയത്തും നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്തും പരീക്ഷ ഹാളിലൊക്കെ ഈ ആവറേജ് ആണ് നീ എന്നുള്ള ഒരു ചിന്തയാണ് തന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇവൻച്വലി നമ്മളങ്ങനെ ആവറേജോ ഓർ ഈവൻ ബിലോ ആവറേജ് ആവാനുള്ള ചാൻസ് ആണത്. ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ കുറച്ചൊരു വട്ട് പിടിച്ച മനുഷ്യനെ പോലെ നിങ്ങൾ പെരുമാറണം. അതായത് നിങ്ങൾ കണ്ണാടി നോക്കുമ്പോൾ നിങ്ങൾ സ്വയം കള്ളം പറയണം. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം, ഞാനൊരു ടോപ്പറാണ്. നിങ്ങൾ ടോപ്പറിനെ പോലെ ബിഹേവ് ചെയ്യണം, ടോപ്പറിനെ പോലെ നടക്കണം, ടോപ്പറിനെ പോലെ പഠിക്കണം. എങ്ങനെയാണോ ഒരു ടോപ്പർ ബിഹേവ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇനിയുള്ള 20 ദിവസം ബിഹേവ് ചെയ്ത് നോക്കുക. ഓട്ടോമാറ്റിക്കലി ഈ പിഗ്മേലിയൻ എഫക്റ്റ് തന്നെ നേരെ റിവേഴ്സിൽ വർക്ക് ചെയ്യും. എങ്ങനെയാണോ നിങ്ങൾ നിങ്ങളെ പറ്റി വിശ്വസിക്കുന്നത്, മെല്ലെ മെല്ലെ നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ സ്വഭാവവും ആ ഒരു രീതിയിലേക്ക് അലൈൻഡായി വരും. അതായത് 20 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ആക്ച്വലി ഒരു ടോപ്പറായി മാറും. അപ്പൊ ഈ രീതിയിലുള്ള മൈൻഡ് സെറ്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യണം. നിങ്ങൾ നിങ്ങളോട് തന്നെ 20 ദിവസത്തേക്ക് കള്ളം പറയണം. ആ കള്ളം അവസാനം സത്യമായി മാറും എന്നുള്ള ബോധ്യത്തോടുകൂടെ, എന്നുള്ള വിശ്വാസത്തോടുകൂടെ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്. മൂന്നാമത്തെ പ്രശ്നമാണ് ഡിസ്ട്രാക്ഷൻ ഫ്രണ്ട്സ്. ഇവിടെ ഞാൻ പറയുന്നത് ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുന്ന മോശമാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് കുറെ സമയം സ്പെൻഡ് ചെയ്യുന്ന മോശമാണെന്നോ ഒന്നുമല്ല. പക്ഷെ നിങ്ങളുടെ ശരിക്കത്തെ എയിം 20 ദിവസത്തിൽ ഒരു കംബാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ. 20 ദിവസത്തേക്ക് നിങ്ങൾ ഫ്രണ്ട്സിനോട് തൽക്കാലം ഞാൻ തിരക്കില്ലാന്ന് പറഞ്ഞേക്ക്. നിങ്ങൾ പഠിക്കുക എന്നൊക്കെ പറയാൻ ഒരു നാണക്കേടൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ, ആ ഒരു ഫ്രണ്ട്സിന്റെ കൂടെയുള്ള എന്റർടൈൻമെന്റ് വെറും 20 ദിവസത്തേക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പഠിക്കുന്ന സമയത്ത് വീട്ടുകാരോടും പറയാം, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഞാൻ ഇനിയുള്ള 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ കുത്തിയിരുന്ന് പഠിക്കാൻ പോകണം, റൂം പൂട്ടിയിരുന്നിട്ട് കുത്തിയിരുന്ന് പഠിക്കുക. അതായത് ഈ 20 ദിവസത്തേക്ക് നിങ്ങളൊരു പ്രേതത്തിനെ പോലെ ആവാം. സ്റ്റാറ്റസ് അപ്ഡേറ്റ് വേണ്ട, ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി ഒരു കാര്യവും വേണ്ട. ഈ ഒരു 20 ദിവസം നിങ്ങളെ ഫ്രണ്ട്സിനെ സംബന്ധിച്ച്, നിങ്ങളുടെ ഫാമിലിയെ സംബന്ധിച്ച് നിങ്ങൾ ഒരു പ്രേതം മാത്രമാണ്. അവർ നിങ്ങൾ കാണേണ്ട ആവശ്യം പോലില്ല. പക്ഷേ എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്ന സമയത്ത് അവർക്കെല്ലാം കാര്യം മനസ്സിലായിക്കോളും എങ്ങോട്ടാണ് നിങ്ങൾ പോയെന്ന്. നാലാമത്തെ കാര്യമാണ് പലരും ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്ക്, പഠിക്കുന്ന സമയത്ത് ഒരു പേടിയോടുകൂടിയാണ് പഠിക്കുക. അയ്യോ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ടോ, ഇതൊക്കെ എൻ്റെ തലയിൽ കയറുമോ, ഇതൊക്കെ പരീക്ഷ വന്ന് ഞാൻ എന്ത് ചെയ്യും, പരീക്ഷ ടഫായി വന്നാലും, അങ്ങനെ കുറേ പേടികളാണ്. ഇങ്ങനെ പേടി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ഒരിക്കലും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ കംബാക്ക് ഒക്കെ 2 ദിവസത്തിൽ നിങ്ങൾ വിട്ടിട്ട് വേറെ പരിപാടിക്ക് പോകും. നേരെ മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പേടിനെ ഒരു അഗ്രസീവ് മെന്റാലിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് വേണ്ടത്. നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളെ പേടിക്കല്ല വേണ്ടത്. ഫിസിക്സിൽ ടഫായുള്ള കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാത്സിൽ ഒരു
ന്യൂമറിക്കൽ ടഫായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ചലഞ്ച് ആയിട്ട് കാണണം. ഈ ഒരു സാധനം ഞാൻ പഠിച്ച് സെറ്റ് ആക്കിയിട്ടുള്ളൂ, ഈ ഒരു ചോദ്യത്തിന് ഞാൻ അരച്ച് കലക്കി തല കയറ്റിയിട്ട് ഇനി വേറെ കാര്യത്തിന് പോകുള്ളൂ എന്ന് മാത്രമല്ല, ഈ സാധനങ്ങളൊക്കെ പരീക്ഷ വരുമല്ലോ, അപ്പൊ എനിക്കൊരു ചിരി ഉണ്ടാവും. ആ ചിരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ പഠിക്കുന്നുള്ള ആ ഒരു അഗ്രസീവ് മെന്റാലിറ്റിയിലാണ് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കേണ്ടത്. പിന്നെയുള്ള ദിവസങ്ങളിൽ ഒരു സിംഹത്തിൽ നിന്ന് പേടിച്ചോടുന്ന ഒരു മുയലിനെ പോലെ ആവാതെ ആ സിംഹമായി മാറുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ മുയലോ പഠിക്കാനുള്ള ഓരോ ചാപ്റ്റേഴ്സ്, ഓരോ ടോപ്പിക്സ്, ഓരോ സബ്ജക്ട്, അതിനൊക്കെ കടിച്ച് കീറുക എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് നിങ്ങൾ ഇനി അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ ഈ ഒരു കംബാക്ക് ആക്ച്വലി നടക്കുന്നു മാത്രമല്ല, നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആയിരിക്കും ഈ ഒരു പരിപാടി ചെയ്യുമ്പോൾ. നിങ്ങളുടെ അവസ്ഥ ശരിക്കും ഇപ്പൊ എന്താണെന്നറിയോ, നിങ്ങൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിക്കുകയാണ്, 85ാമത്തെ മിനിറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾ 0-2 തോറ്റുകൊണ്ടിരിക്കുകയാണ്. മിക്ക ആൾക്കാരും എന്താ ചെയ്യുക, വെറുതെ എന്തെങ്കിലുമൊക്കെ നടക്കും, ഫുൾ മോട്ടിവേഷൻ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ നോക്കുക കളി തീർന്നു കിട്ടാൻ വേണ്ടി. പക്ഷെ ജെനുവിൻലി ഒരു കംബാക്ക് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ തിരിച്ചാണ്. മാക്സിമം നിങ്ങളെ കൊണ്ടുള്ള എഫേർട്ട് ഇടുക. 92ാമത്തെ മിനിറ്റ് വരെയും നിങ്ങൾ ഫുൾ ഓൺ കളിക്കുക. ആ 0-2 എന്നുള്ള സ്കോർ 3-2 ആക്കുക. ഈ ഒരു കാര്യം ശരിക്കും നടക്കുന്ന പല ലെജൻഡറി ടീംസും ആക്ച്വലി പ്രൂവ് ചെയ്തൊരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫിലും ഇത് നടത്തിയെടുക്കാൻ പറ്റും. അതിനാകെ വേണ്ടത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ മെന്റാലിറ്റി ഷിഫ്റ്റ് ആണ്. അത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലെറ്റ്സ് ഗെറ്റ് റെഡി ടു മേക്ക് ദി കംബാക്ക് ദിസ് ഇയർ.